ചെങ്കുടി ഗ്രാമം വൈദൂരത്തുന്നിന്റെ മുടിയാട്ടം മഞ്ഞാതെ മഞ്ഞിൽ മലച്ചൂടി നിൽക്കും മഞ്ഞ കുളി തൊട്ട മഞ്ഞിക്കുരുവി വയലേലകളും കുന്നുകളും പൂക്കളും പുഴകളുമുള്ള ഒരു മനോഹര പ്രദേശം. ഇവിടെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ച് നല്ല മനുഷ്യർ. ഇന്നിവിടെ ഞങ്ങൾ പറയാൻ പോകുന്നത് ഇവരുടെ കഥയാണ്. വെറും കഥയല്ല, കളങ്കമറ്റ ജീവിതം. വയനാടിന്റെ ചെങ്കുറിയുടെ കഥ ഞങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുമ്പോൾ യാദൃശ്ചികമായല്ല, മനഃപൂർവ്വം ചില ജീവിതങ്ങളെ പരാമർശിച്ചു പോകുന്നു. മൊയ്തീനെ, ഒരു ചായ. ഈ മഴയുടെ രക്ഷയില്ലല്ലോ. മെമ്പറേ, നമ്മുടെ വഴിയുടെ ആ ചെറിയ പാലത്തിന്റെ കൈവരി കൂട്ടിയിട്ട് ആളുകൾ ഇന്നലെ ബേജാറി വലിയ പുകലുണ്ടാക്കിക്കുന്നു. നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി ഉഷാറാക്കി കേട്ടാ. എന്റെ മൊയ്തീനെ, നമ്മുടെ പാർട്ടികളെ പാർട്ടികളോടത്തോളം കാണാൻ ഒന്നും പേടിക്കുകയില്ല. എല്ലാം അതിന്റെ മുഖത്തിന് നടക്കും. അതെ. പ്രധാന വാർത്തകൾ. വയനാട് ചൂരൽമലയിലും ചെങ്കുറിയിലും 24 മണിക്കൂറിനിടെ പെയ്തത് 37 സെന്റിമീറ്റർ മഴ. 24 മണിക്കൂറിനിടെ 20 സെന്റിമീറ്റർ മഴ തന്നെ അതിതീവ്രമെന്നാണ് കണക്കാക്കുന്നത്. അതിന്റെ ഇരട്ടിയോളമാണ് പെയ്തത്. അതിതീവ്ര മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ മഴ എന്തിയുടെ ഉൾക്കൊള്ളിക്കാവിൽ അപകട സൂചന. ഇവിടെ നാശം മുന്നിൽ കാണുന്നു. ചെങ്കുറിയിന്മേൽ ദേവിയുടെ ഉഗ്രകോപം. ദേവി, ഇയാൾ മനുഷ്യനെ പ്രേരിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രവചനം. എന്നാണ് ഇയാളുടെ പുതിയ പ്രവചനം? ഉൾപ്പള്ളിക്കാവിലിരുന്ന പ്രദേശവും ചെങ്കുറി ഗ്രാമം എന്ത് അപകടം നേരിടാൻ നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോൾ എന്ത് അപകടം വരാൻ? ഇതിപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് കാലത്തിറക്കിന് പെരക്കട പറയാണ്. ഇത്തവണ അങ്ങനെ അല്ലെന്ന് ക്ഷേത്രത്തിൽ ഇന്നലെ കോട്ടൂരുപുരം നമ്പൂതിരി എന്ന പ്രശ്നം വെച്ച് നോക്കിയിട്ടാ പറയുന്നത്. കോട്ടൂരുപുരം നമ്പൂതിരി വന്നിരുന്നാ എന്നാ പിന്നെ അതിലെന്തോ കാര്യം ഉണ്ടായിരിക്കും. ആള് കേവലല്ലേ. പടച്ചോനെ, നിങ്ങളെന്നെ ഈ നാടിനെ കാത്തോളി. നിങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ സർക്കാരില്ലേ. ഇതിപ്പോ ഏത് പാർട്ടി ഭരിച്ചാലും നാടിനും നാട്ടുകാർക്കും നല്ലതുണ്ടാവും. ഉണ്ണിമാഷ്, പരിസ്ഥിതി വിരുദ്ധമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മെമ്പർ അറിഞ്ഞില്ലെന്നുണ്ടോ? ക്വാറിയുടെ പേരിൽ ഇവിടെ പൊട്ടുന്ന ഓരോ ചെറു ബോംബുകൾ നാളെ ചെങ്കുരിയുടെ ഹൃദയം പുലർന്ന് ഒരു വലിയ വിപത്താക്കി. പ്രകൃതിലോല മേഖലകളിൽ ഇങ്ങനെയുള്ള ക്വാറിയും പാടില്ല എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെ പലതും വന്നിട്ടും അതെല്ലാം കാറ്റിൽ പറത്തി നിശബ്ദമായി ഇട്ടുവാനേ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് സാധിക്കുന്നുള്ളൂ. പ്രതികരിക്കുവാൻ സമയമായിരിക്കുന്നു. ദയവ് ചെയ്ത് ഈ മനോഹര ഭൂമിയിൽ ഇവിടെയുള്ള ജനങ്ങളെയും ജീവജാലങ്ങളെയും ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കൂട്ടുനിൽക്കരുത്. ഇത് എല്ലാ പേരോടും കൂടിയുള്ള എൻ്റെ ഒരു അപേക്ഷയാണ്. അതിന് ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങ് മുൻകൈ എടുക്കണം. മാഷ് പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഞങ്ങളുടെ പാർട്ടി എന്നും ജനങ്ങളുടെ കൂടെ ആയിരിക്കും. അതിനൊരു മാറ്റവുമില്ല. ഞാൻ വേണ്ടത് ഉടനെ ചെയ്യാം. വിനോദേ, നീ കഴിഞ്ഞ ഒരാഴ്ച എവിടെ ആയിരുന്നു? പൊന്നിയും തുമ്പി എന്തല്ലോ. അച്ഛൻ ഇന്ന് ഞങ്ങളെ കൂട്ടാൻ സ്കൂളിൽ വന്നു മാമാ. അതേതായാലും നന്നായി. നീ ഇത് പണിക്ക് പോയില്ലേ? ഈ മഴയത്ത് എവിടെയാ പണി? ഈ പെയ്യുന്നത് പോട്ടെ, രാത്രിയൊക്കെ കൊടും മഴയല്ലേ. അത് ശരിയാ. ഈ മഴയൊന്ന് തോർന്നാൽ എന്തെങ്കിലും പണി തരപ്പെടുള്ളൂ. ഞാനും 3-4 ദിവസം ടൗണിൽ അവിടെ ഇവിടേക്ക് അലഞ്ഞു എന്തെങ്കിലും ജോലി തരപ്പെടുത്താൻ. ഒന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ എനിക്ക് തിരികെ പോകുന്നു. ഇനി 2-3 ദിവസം പിള്ളേർക്ക് അവധിയല്ലേ, അവരോടൊപ്പം കൂടാന്ന് കരുതി. എന്താ തുമ്പിയുടെ മുഖത്തൊരു ഗൗരവം? അത് പിന്നെ മാമ, അച്ഛൻ ജോലിക്ക് പോയിട്ട് 1-2 ദിവസം വൈകിയാണ് വരുന്നതെങ്കിൽ പിന്നെ തുമ്പിക്ക് വലിയ സങ്കടമാണ്. കുറച്ചു നേരത്തേക്ക് അച്ഛനോട് വലിയ ഗൗരവമായിരിക്കും. ആണോ തുമ്പി? അമ്പോ, ഈ തുമ്പിയുടെ ഒരു കാര്യമേ. മഴ ഇങ്ങനെ തോരാതെ വീണാ പ്രളയം പരിപാടി. പ്രളയം വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി വീണ്ടും നേരിടും. നിനക്കെന്താ പേടിയുണ്ടോ? പേടിയാണ് എനിക്കാ. ഇതങ്ങനെയല്ലടാ. എനിക്കെന്തോ അതിതീവ്ര മഴയെന്നാ പത്രത്തിലും വാർത്തയിലൊക്കെ പറയുന്നത്. അടിവാരത്ത് വെള്ളം നല്ല കുത്തൊലിച്ച് പോകുന്നുണ്ടെന്നാണ് പണിക്കാരും പറയുന്നത്. എന്തേലും വന്നാൽ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കണം. പുൽപ്പള്ളിക്കാട് ദേവിയുടെ കോപമാണ്. ആ കാവിൻ്റെ പടിഞ്ഞാറേ വശത്തെ ഭൂമി ആ ഭൂമാക്കി തട്ടിയെടുത്തില്ലേ. ഞാനും നീ ഉൾപ്പെടുന്ന നാട്ടുകാർക്ക് നോക്കി നിൽക്കാനല്ലേ കഴിയുള്ളൂ. ഇന്ന് നമ്മൾ റിസോർട്ട് പണിയുന്നതിൻ്റെ മറവിൽ എന്തൊക്കെ കൊള്ളരുതായ്മയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്. നിന്നോട് പറഞ്ഞ അബദ്ധായി.
മനുഷ്യനെ കുറെ കൂടി പേടിപ്പിക്കാനായിട്ട്. നിനക്ക് പേടിയില്ലെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ നിന്റെ പേര് പോടി. നേരത്തടിക്കല്ലേ? ആ എന്റെ തനി സ്വഭാവം. ഞാൻ തരത്തില്ല തരത്തില്ല തരത്തില്ല. ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഈശ്വരാ, ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. ഏത് നേരവും തല്ലാണ്. കമ്പെടുത്ത് രണ്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. ആ എത്തിയോ? എവിടെയാണ് ഇത്ര ദിവസം? ദേ മനുഷ്യ, എന്നാ പിന്നെ വിനോദ ഞാൻ പോയിട്ട് പിന്നെ എനിക്ക് പറ്റില്ല നിങ്ങളെ മേയ്ക്കാൻ. അടുത്ത പ്രാവശ്യം നിങ്ങൾ പോകുമ്പോൾ ഇവരെയും കൂടെ കൊണ്ടുവെക്കും. ദേ ഇവനാണേലും നിങ്ങൾ പോയത് മുതൽ സ്കൂളിൽ പോയിട്ടില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലിരിക്കാണ്. ഇന്ന് അവനെ വയച്ചു വെക്കാം. ഇന്നലെ കാല് വേദന. അമ്മേ ദേ ഒന്ന് വെച്ച് തന്നോണ്ടല്ലോ അമ്മേ. ആ പാവ കൊടുക്കണ കൊച്ചിനായിട്ട് കരയിപ്പിക്കാതെ. ഇന്നാ കൊണ്ടുപോയില്ല പാവ. ഇന്ദി മോളെ, അച്ഛനോടുള്ള പിണക്ക് ഇതുവരെ മാറിയില്ലേ? ഇപ്പൊ അച്ഛനും എത്തിയില്ലേ? അച്ഛൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. അപ്പൊ ഈ പാവ ജിബ്രോന് കൊടുക്കല്ലേ? തുന്തിപ്പെണ്ണേ വർണ്ണച്ചില്ലവുമായി നിന്നച്ഛൻ